കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൗസല്യ പൂജയൊക്കെ കഴിഞ്ഞോ മോളെ? കൗസല്യ, അയ്യോ നിന്റെ സാരിയിൽ തീ പിടിച്ചല്ലോ. അയ്യോ മോളെ കൗസല്യ. മുത്തശ്ശി, മുത്തശ്ശി എന്തു? സാരിയിൽ തീ പിടിച്ചതാ. എവിടെ? കുഴപ്പമില്ല. നിശ്ചയം നടക്കുന്നതിന് മുമ്പേ ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും മോളെ? എനിക്കെന്തോ അപശകുനമായിട്ടാ തോന്നുന്നത്. എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നത് പോലെ. ശ്രദ്ധിക്കാതെ നിന്നപ്പോ സാരി തുമ്പിൽ തീ പിടിച്ചതല്ലേ? ഇതൊക്കെ അപശകനം എന്ന് പറയാൻ തുടങ്ങിയ എങ്ങനെയാ മുത്തശ്ശി? ഭാഗ്യം, വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കൃത്യസമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ എന്താവോ എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള മുന്നറിയിപ്പായിരിക്കും ഈ അപശകുനം. നോക്കൂ മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എല്ലാം നല്ലതുപോലെ നടക്കും. മുത്തശ്ശി വെറുതെ ടെൻഷൻ ആവാതെ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് വിചാരിക്കരുത് മുത്തശ്ശി. ഒന്നും സംഭവിക്കില്ല. കൗസല്യ, നീ സാരിയൊക്കെ മാറ്റിയിട്ട് ഭവാനിയെ വിളിച്ചിട്ട് വാ. പോയിട്ട് വരാം മുത്തശ്ശി. മുത്തശ്ശി വെറുതെ ടെൻഷൻ ആവാതെ. അർജുൻ, ടൈമായി, നീ പോയി റെഡിയാവ്. മഹാദേവ, യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ കല്യാണം നടക്കാൻ വേണ്ടി അങ്ങ് തന്നെ സഹായിക്കണം. നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വീരഭദ്രന്റെ അടുത്തുനിന്ന് ആദിത്യനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാലുടനെ ആ ജോലി തന്നെ ചെയ്തു തീർക്കണം. നമ്മളോടൊക്കെ സാമ്പിക്ക് പോന്നെന്ന് പറഞ്ഞിട്ട് എന്റെ അളിയുടെ പ്രേമിക്കാനാ വന്നത്. എന്റെ മോന്റെ പ്രേമം കാരണമാ അകന്നുപോയ രണ്ട് കുടുംബങ്ങൾ ഇപ്പൊ ഒന്നാവാൻ പോകുന്നത്. അതെ അങ്കിൾ, അർജുനോട് നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഭവാനി നിന്റെ മുറപ്പെണ്ണാണെന്ന് അറിഞ്ഞിട്ടാണോ നീ പ്രണയിച്ചത്, അതോ അറിയാതെ പ്രണയിച്ചോ? ഇനി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ? വളരെ ആക്സിഡന്റൽ ആയിട്ടായിരുന്നു നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ടത് തന്നെ. പൂർവജന്മ ബന്ധുവാളിയാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചത്. സ്വാമി, എന്റെ കല്യാണം കഴിയുന്നതിന് മുൻപ് ദിവസവും 2-3 പൂജകൾ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ എന്റെ കല്യാണശേഷം വിധിയുടെ വിളയാട്ടം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോയി. അതുകൊണ്ടാ വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്ന് നിന്നെ പൂജിക്കേണ്ടി വന്നത്. ദിവസവും വന്ന് നിനക്കുള്ള പൂജ ചെയ്യാൻ എനിക്ക് കഴിയാതെ പോയതും അതുകൊണ്ടാ. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ മകൻ കാരണമാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്.
എന്റെ മകൻ കാരണമാണ് എന്റെ കുടുംബത്തിൽ വീണ്ടും എനിക്ക് വരാൻ കഴിഞ്ഞതും എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞതും. നിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ അനിയന്റെ മകളെ എന്റെ വീട്ടിൽ മരുമകളായി വരുന്നത്. ഈ കല്യാണം മൂലം പിരിഞ്ഞിരുന്ന രണ്ട് കുടുംബം ഇപ്പൊ ഒന്നാവുകയാണ്. ഞാനിപ്പോ ഒരുപാട് സന്തോഷത്തിലാണ് സ്വാമി. ഞങ്ങൾക്കിടയിൽ പിണക്കമോ തെറ്റിദ്ധാരണകളോ ഒന്നും തന്നെ ഉണ്ടാവാതെ ഒന്നു ചേർന്ന ഈ രണ്ട് കുടുംബവും എപ്പോഴും സന്തോഷമായിരിക്കണം. അതിന് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം. ദേവി, ദേവി, എന്തു പറ്റി? എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്റെ മകന്റെ വേർപാടിൽ വേദനിച്ച് ജീവിക്കുമ്പോ അവനെ കൊന്ന കുടുംബം സന്തോഷമായിട്ടിരിക്കുക. എന്റെ മകന്റെ മരണത്തിൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോ ആ ശകുന്തള അവളുടെ മകനെ കല്യാണം നടത്താൻ വേണ്ടി നോക്കുക. അതെന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല സ്വാമി. എനിക്കൊരു സംശയമില്ല സ്വാമി, എന്റെ മകനെ ആരാണോ കൊന്നത് അവര് തന്നെയാ എന്റെ മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മകളും പനീന്ദ്രനും കാണാതായതിനു പിന്നിൽ ആ കുടുംബം തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ? അവർ തന്നെയാണോ അത് ചെയ്തതെന്ന് അങ്ങ് സംശയിക്കുന്നു. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിനുള്ള ശിക്ഷ അവർ ഏറ്റുവാങ്ങാതെ എന്റെ കോപവും മാറില്ല, എന്റെ വേദനയും മാറില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ കുലദേവതയായി അങ്ങ് തന്നെ ഒരാപത്തും ഉണ്ടാവാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഒന്നു ചേരാൻ പോകുന്ന എന്റെ മകനെയും മരുമകളെയും ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കാൻ അങ്ങയുടെ ആശീർവാദം ഉണ്ടാവണം. ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഗദേവതേ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുത്രദുഃഖം അവർക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ മകൻ എന്നെ വിട്ടു പോയതുപോലെ ആ ശകുന്തളയുടെ മകനും ഈ ഭൂമിയിൽ നിന്നില്ലാതാവണം. അപ്പോഴേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഏയ് ദേവി, നിൽക്കൂ, പറയട്ടെ. ദേവി, ദേവി നിൽക്കൂ, പറയട്ടെ. പോകല്ലേ ദേവി, തിരികെ വരൂ.
അർജുൻ ആ നമസ്കാരം തിരുമേനി. നമസ്കാരമുണ്ട്. ആ അമ്മ നമസ്കാരം. വണക്കം തിരുമേനി, വന്നോളൂ. തിരുമേനിയെ വിളിക്കണമെന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ വന്നല്ലോ. വന്നാലും അവളുടെ നിശ്ചയം ആരുടെ കൂടെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷെ കല്യാണം എന്റെ മകന്റെ കൂടെ മാത്രമേ നടക്കൂ. നീ കാരണമാ എന്റെ ഭർത്താവും മകനും ശിക്ഷ അനുഭവിക്കുന്നത്. നീ ചെയ്തതിനൊക്കെ ശിക്ഷ അനുഭവിക്കാതെ നിന്നെ ഞാൻ വിടില്ല. ഡാ, അഭിനയിച്ച് നിൽക്കാൻ പറഞ്ഞതല്ലേടാ നിന്നോട്? ശരി അമ്മേ. എന്നാ ഇങ്ങോട്ട് വാ. ആ. അതെ അർജുൻ, കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തെ ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നിന്റെയും ഭവാനിയുടെയും എൻഗേജ്മെന്റ് കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. കൺഗ്രാറ്റ്സ് അർജുൻ. അമ്മേ, അമ്മേ. അമ്മ, ഭവാനി. ഏട്ടൻ ജീവനോടെ ഉണ്ടോ? അതെ മോള്, വിരലെന്നെ കെട്ടിയിട്ടിരിക്കുക. ഞാൻ മരിച്ചു പോയെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇപ്പൊ ഏട്ടൻ എവിടെയുള്ളത്? അറിയില്ല മോളെ, എന്റെ കണ്ണ് കെട്ടിയാ ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏട്ടനെ വിചാരിച്ച് ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? മോളെ, ഇവരെന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയില്ല. നിങ്ങളെ വല്ലതും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയമുള്ളൂ. ഏട്ടൻ പേടിക്കണ്ട ഏട്ടാ. ഏട്ടനെ ഞങ്ങൾ ഉറപ്പായും രക്ഷപ്പെടുത്താം. എന്റെ ജീവൻ പോയാലും ഏട്ടനെ ഞാൻ രക്ഷപ്പെടുത്തും. അമ്മാവാ. ഭവാനി, അർജുൻ നിന്റെ മുറച്ചെറുക്കനാണെന്ന് നീ അറിഞ്ഞതില് ഒരുപാട് സന്തോഷിക്കണം. നീ ഇഷ്ടപ്പെട്ട അർജുനെ തന്നെ നീ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവല്ലേ? അത് നിനക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ ഭവാനി? അല്ല, സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണം ഭവാനി? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കണോ മോളെ നീ? ഇപ്പൊ നീ ആലോചിക്കേണ്ടത് നേരത്തെ നിന്നെ നിർബന്ധിച്ച് നടത്താൻ പോയ ആ കല്യാണത്തെ കുറിച്ചല്ല, ഇപ്പൊ നടക്കാൻ പോണ നിശ്ചയത്തെ കുറിച്ച് വേണം. പിന്നെ അർജുൻ നിന്നെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്. അർജുൻ നിന്നെ കല്യാണം കഴിച്ചാ നിന്റെ ജീവിതം വളരെ സന്തോഷമായിരിക്കും ഭവാനി. ചേച്ചി എവിടെയമ്മേ? അകത്തായിരിക്കുമല്ലേ? നിന്നെ പോലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും അവൾക്കില്ലാത്തതുകൊണ്ട് നല്ലത് നടക്കാൻ വേണ്ടി നാഗദൈവത്തിനെ പൂജിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്താ ഇത്, നിങ്ങളൊക്കെ ഇത്രയും താമസിച്ചു വരുന്നത്? പെട്ടെന്ന് വന്നേ, വന്നേ. നിങ്ങളുടെ കൊച്ചുമകൾക്ക് കല്യാണം നടക്കാൻ പോകുന്നതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ വലിയ സന്തോഷമാണ്. മകളുടെ കല്യാണം കാണാനേ പാവം നമ്മുടെ കൃഷ്ണനാഥ പണിക്കരില്ലാതെ പോയി. അതാണ് ഞങ്ങളുടെ സങ്കടം. മാമനില്ലെങ്കിൽ എന്താ മുത്തശ്ശി? മുത്തശ്ശിയുടെ കൊച്ചുമോളെ മുത്തശ്ശിയുടെ മോളുടെ വീട്ടിലേക്ക് തന്നെയല്ലേ അയക്കാൻ പോകുന്നത്. അതുകൊണ്ട് സന്തോഷിക്കാം.
അവൻ എന്റെ കൺമുന്നിലില്ലെങ്കിൽ പോലും അവൻ എപ്പോഴും എന്റെ മനസ്സിൽ തന്നെയുണ്ട്. എന്റെ ചിന്തയിലെല്ലാം അവനാ. എന്റെ മനസ്സ് മൊത്തം അവൻ തന്നെ. എന്റെ എല്ലാ കാര്യങ്ങളിലും അവന്. എന്റെ മോൻ ഭവാനി അർജുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൻ ആഗ്രഹിച്ചതുപോലെ ശുഭകാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ്. അമ്മ വന്നല്ലോ. ആ അമ്മേ, എത്തിയല്ലോ. തിരുമേനി വന്നിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോയാലോ? പോകാം. വളരെ ഭാഗ്യം ചെയ്തൊരു സ്ത്രീയാണ്. എന്താ അങ്ങനെ പറഞ്ഞത് തിരുമേനി? ഇവരുടെ നിശ്ചയം ഉണ്ടല്ലോ, അത് വളരെ നല്ലൊരു മുഹൂർത്തത്തിലാണ് നടക്കാൻ പോകുന്നേ. മറ്റൊരു രീതി പറഞ്ഞാ ഇത് ഭഗവാൻ നിശ്ചയിച്ച മുഹൂർത്തം എന്ന് തന്നെ പറയാം. അങ്ങനെ പ്രത്യേകതയുള്ളൊരു മുഹൂർത്തത്തിൽ നിശ്ചയം നടക്കാൻ പോവല്ലേ, അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാം നന്നായിട്ട് നടക്കണം എന്നുള്ള നല്ല മനസ്സുണ്ടായാ മതിയാവൂ. ഇതുപോലുള്ള നല്ല സന്ദർഭങ്ങൾ തനിയെ വന്നോളും തിരുമേനി. വളരെ ശരിയാണ്. ചേച്ചി, നമ്മൾ രണ്ടുപേരും ഒരേ വയറ്റിൽ പിറന്നിട്ടും ഇത്രയും വർഷം നമ്മൾ തമ്മിൽ കാണാതെ ജീവിച്ചു. ചേട്ടനുള്ള സമയത്ത് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ആദ്യം ചെറുക്കനെ ഇങ്ങോട്ട് വിട്ടു, എന്നിട്ട് പെണ്ണിനെ വല വീശി പിടിച്ചു, എന്നിട്ടിപ്പോ സ്വത്തെല്ലാം കൈക്കലാക്കാൻ വേണ്ടി എല്ലാം കൂടെ കെട്ടി എഴുന്നള്ളി വന്നിരിക്കുക. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിന് നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ എന്തുമാത്രം മനോവേദന അനുഭവിച്ചു എന്നറിയോ ചേച്ചി? മുൻപും പിൻപും ആലോചിക്കാതെ വായി വരുന്നൊക്കെ പറയുന്നത് എന്റെ ഒരു രീതിയാണെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ ചേച്ചി എന്നോട് ക്ഷമിക്കണം. എല്ലാവരും സന്തോഷമായിരിക്കുന്ന ഈ സമയത്ത് എന്തിനാ ജലജ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ഇപ്പോ എന്റെ ഉള്ളിൽ അതൊന്നും ഇല്ല. നീയും അതൊക്കെ മറന്നേക്ക്. ചേച്ചിയുടെ മനസ്സല്ലെങ്കിലും തങ്കം പോലെയാ. നിശ്ചയത്തിന് നല്ലൊരു സമയം കുറിച്ചതുപോലെ കല്യാണത്തിന് കൂടി നല്ലൊരു മുഹൂർത്തം കുറിക്കും മുത്തശ്ശി. വീട്ടിലെ മൂത്ത മോള് നീയ, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് എതിർത്ത് പറയത്തില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇവിടെ ഇപ്പൊ കല്യാണം നടത്താന്നുള്ള ഉദ്ദേശത്തിലാ എല്ലാരും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ശുഭമുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ചടങ്ങുകൾ അങ്ങ് തുടങ്ങിയാലോ? വേഗം തന്നെ ആ വധുവിനെ കൊണ്ടുവരിക. അമ്മേ, അമ്മ ഇവിടെ നിൽക്കും, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അമ്മ നിക്ക്. മോളെ ഭവാനി, ഭവാനി. അർജുൻ വന്നേ, വാ, വന്നിവിടെ ഇരിക്കെ. ഒന്നങ്ങോട്ട് മാറിക്കേ. മുഹൂർത്തത്തിന് സമയം. വാ മോളെ, വാ.
നിനക്ക് എന്നോട് എന്തുമാത്രം ദേഷ്യമുണ്ടെന്ന് എനിക്ക് അറിയാം ഭവാനി. നിന്നെ പോലെ തങ്കം പോലൊരു പെണ്ണ് ആരായാലും മരുമകളാക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്റെ വീട്ടിലെ മരുമകളാക്കാൻ നോക്കിയത്. നിനക്കും അമ്മയ്ക്കും അതിൽ താല്പര്യം ഇല്ലാത്തോണ്ടാ എന്റെ മകനുമായുള്ള കല്യാണത്തിൽ നിന്നും ഞങ്ങൾക്ക് മാറേണ്ടി വന്നത്. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. നമ്മളൊക്കെ സ്വന്തക്കാരല്ലേ മോളെ. എല്ലാം മറന്നു കളയടി നീ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടക്കാനുള്ളതൊക്കെ തലയിൽ എഴുതിയതുപോലെ തന്നെ നടക്കും. വാ മോളെ. ദേ നോക്കി, കൗസല്യം എല്ലാവരും കൂടെ ചേർന്ന് വേഗം അവളെ കൂട്ടിയിട്ട് വാ.